ആഷിഖിൻ്റെ ഉമ്മയും വാപ്പയും മാഷുമാരാണ്. 1 വയസ്സിന് മാത്രം വ്യത്യാസത്തിൽ 1/2 ഡസൻ കുട്ടികൾ. അതിൻ്റെ പ്രാരാബ്ധങ്ങളില്ലാതെ, അധികം കൂട്ടലുകളും കിഴിക്കലുകളും ഇല്ലാതെയാണ് അവരുടെ ജീവിതം. ആഷിഖ് ഒരമ്മക്കുട്ടിയാണ്. ഉമ്മ പറയും, കടിഞ്ഞൂൽ കുട്ടിയല്ലേ എൻ്റെ ഒരു പൊട്ടക്കുട്ടി. എനിക്ക് ചെറുപ്പത്തിലും എനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് എനിക്ക് പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ വഴിക്ക് മേത്തൊക്കെ നിറച്ച് ചൊറിയായിരുന്നു. അത്രേ മേത്തൊക്കെ ചൊറിയായിരുന്നെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പോളയുടെ മേലെ പോലും ചൊറിയായിരുന്നു. ഒരു പക്ഷേ കയ്യിൽ നിന്ന് തന്നെ പോകുമെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ ഉമ്മാക്ക് സ്കൂളിൽ പോകണം, പിന്നെ ചെറിയ കൊച്ചിന് അനിയനുണ്ടായിരുന്ന ചെറുതനായിരുന്നു, അവനെ നോക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വൈദ്യരനൊക്കെ കാണാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഡെയിലി വന്ന് മരുന്ന് വെച്ച് തരാനും ഈ തൂവൽ കൊണ്ടാണ് മരുന്ന് വരട്ടിയിരുന്നതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കണ്ട് ഇതുപോലെ തന്നെ ഉമ്മ കൂടുതൽ ആൺപിള്ളേരായിരുന്നു, ഏറ്റവും താഴെയുള്ളൊരു ചെറിയൊരു പെങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ വീട്ടിലങ്ങനെ പിന്നെ എല്ലാവരും പുറത്ത് പോകണതായതുകൊണ്ട് വീട്ടിൽ പണിക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ ഒരുപാട് രാവിലത്തെ പണിയും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തിരിച്ച് വന്നിട്ട് കഴിക്കാനും കൂടി ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടാണ് ഉമ്മ സ്കൂളിലേക്ക് പോക്ക്. ഉമ്മക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് വേണം ബസ്സിന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വേറെ ബസ്സൊന്നും എപ്പോഴും കിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ തിരിച്ച് റിട്ടേൺ പോകണ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ടാവണം. അപ്പോൾ അതുവരെ ഉമ്മ നടന്നിട്ടാണ് പോയിരുന്നത്. അപ്പോൾ എന്നിട്ട് ഉമ്മ പലപ്പോഴും ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, വണ്ടി ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ പോയിരുന്നു, പക്ഷേ ഞാനതിൽ കയറിയില്ല. അപ്പോൾ അത് ആ പൈസ ചിലവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കയറിയില്ല എന്നൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട്. പക്ഷെ അത് ഒരു വലിയൊരു കാര്യമായിട്ടല്ല അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഇതായിട്ട് തോന്നിയിരുന്നു. കാരണം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ അന്നേക്ക് ഇപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും ദൂരം ഒരു ദിവസമല്ല മിക്ക ദിവസം നടന്നിട്ടാണ് പോയിരുന്നത്. ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഗൾഫ് എന്നുള്ള അപ്പം എല്ലാവർക്കും ഗൾഫിൽ പോകണം എന്നുള്ളതാണ്. കുട്ടികൾക്കുണ്ടല്ലോ ഡ്രൈവിങ് പഠിക്കാൻ ഒരു ഉത്സാഹം, ഏത് കുട്ടികൾക്കും പോലീസുകാരനാവാൻ അതേമാതിരിയുള്ള ഒരു ചുറ്റുപാടുള്ള ടൈമാണ് ഈ ഗൾഫിൻ്റെ ഈ വരവ്. അന്ന് ലാഞ്ചിക്ക് പോരുന്ന കാലമാണ്. എന്നാലും ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചിലർക്ക് വന്ന് നോക്കുമ്പോൾ ഷോട്ടും കൂട്ടും കണ്ണടയും കൂടി കാണുമ്പോൾ അവിടെയാണ് കുട്ടികളുടെ ബ്രഹ്മം കൂടുതൽ അങ്ങനെ മനസ്സ് വന്നു പോയി വലുപ്പത്തിൽ കണ്ടുവന്നപ്പോൾ. ഞങ്ങളുടെ കുടുംബത്തിൽ ഉപ്പയും മാത്രമേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുള്ളൂ, ബാക്കി എല്ലാവരും ഗൾഫുകാരാണ്. ഇപ്പം എൻ്റെ മാമന്മാരായാലും ബാക്കി ആരായാലും ഗൾഫുകാരാണ്. അപ്പോൾ അവരൊന്നും വല്ലാതെ പഠിച്ചിട്ടൊന്നല്ല ഇപ്പോൾ ഈ ഗൾഫിൽ പോയിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ കണ്ടമാനം സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മളും വിചാരിച്ച് ഇതെങ്ങനെയെങ്കിലും പിന്നെ ബാക്കിയുള്ളവരായാലും പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുക 18 വയസ്സാവാൻ നമ്മളതിനെ പിടിച്ച് വലിച്ച് നീട്ടണ പോലെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, പഠിപ്പിൻ്റെ ഒരു ആവശ്യമില്ല തോന്നി. പക്ഷെ ഇപ്പോഴാണ് അതിലൊരുപാട് വിഷമം തോന്നുന്നത്. വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ട, ഇതേപോലെ ജീവിച്ചു പോയാൽ മതി, വിഷമങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ ജീവിച്ചു പോകും, അത്രേ വേണ്ടു. കൂടുതൽ വിഷമം അല്ല എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കൂടുതലായാലേ അതിനേക്കാളേറെ ടെൻഷനാണ് ഉണ്ടാവുക. ഒരു മിഡിൽ ക്ലാസ് അല്ലേ, അതാണ് എപ്പോഴും നല്ലത്. പിന്നെ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തിട്ട് അവിടെ എത്താൻ കഴിയാത്തതിൽ ഇതുണ്ട്, പഠിച്ച് ആ നിലയിലെത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർ ഇല്ല, ഹാപ്പി തന്നെയാണ് മൊത്തത്തിൽ. ഒരു 6 മാസം 8 മാസം ഒരു കൊല്ലം തേക്കില്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരും. വീണു, കയ്യിൽ കാറ് മുട്ടി, കയ്യിൽ വേദനയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിയിട്ട് അപ്പോൾ വന്നു 6 മാസം. അല്ലെങ്കിൽ പല്ല് വേദനയായിരുന്നു. എല്ലാവരും കൂടി നിൽക്കാൻ ഒരു സന്തോഷമാണ്, ഞങ്ങളെല്ലാവരും കൂട്ടി നിൽക്കാൻ. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഞങ്ങൾ തന്നെ ഇട്ട് പോവുള്ളൂ. ടൂറൊക്കെ പോകുമ്പോൾ ഞങ്ങളല്ലാണ്ട് പോയിട്ടില്ല, പോവേ ഇല്ല. ആ ഭാര്യ മക്കളെല്ലാവരും ഞങ്ങൾ കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അവനങ്ങനെയുള്ള ഞങ്ങളോടൊക്കെ വേണമെന്നുള്ള പിന്നെ പാരൻസിനോടൊക്കെ നല്ല സ്നേഹവും കുടുംബത്തിനോട് നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ അവരെ മാക്സിമം ഹാപ്പി ആക്കുക. ഇപ്പം നമ്മൾക്ക് അവർക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കുക. ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത് കൊടുക്കുക, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ലക്ഷ്യമുള്ളത്. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് വിളിക്കാതിരിക്കില്ല. അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ആദ്യം വിളിക്കും. ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ വിളിക്കും. അല്ലെങ്കിൽ നെറ്റിൽ കാണാം, അമ്മ അങ്ങോട്ട് പോവാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കും. അവിടെ ഒരു നെറ്റുണ്ട്, അപ്പോൾ ഇവിടുന്ന് സംസാരിച്ച കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ മക്കളെല്ലാവരെയും കൂട്ടി നെറ്റിൽ സംസാരിക്കാറുണ്ട്. എനിക്ക് വിഷമം തോന്നി കഴിഞ്ഞാൽ അത് അപ്പോഴായാലും ഇപ്പോഴായാലും ഏറ്റവും ആദ്യം വിളിക്കുക വീട്ടിലേക്ക് ഉമ്മാനെ വിളിച്ചിട്ട് സംസാരിക്കാറ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇങ്ങോട്ട് പറയും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അങ്ങോട്ട് പറയും. പക്ഷെ നമുക്ക് എപ്പോൾ വിഷമം തോന്നിയാലും ഉമ്മാട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ നമുക്കപ്പം നല്ല ധൈര്യം തരും, ഒരു പ്രശ്നമില്ല. അവസാന ദിവസം ബോട്ട് യാത്രയും ഷോപ്പിങ്ങും റേഡിയോ നിലയം സന്ദർശനവും ഒക്കെയായി തിരക്കിലായിരുന്നു അമ്മമാർ.